മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ പാഠഭാഗത്തിന്റെ പേരെന്താണ് എന്നറിയാമോ? ഓൾറെഡി നമ്മൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം അല്ലെ? ചിത്രകാരി എന്നാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിന്റെ പേര്. ഇതൊരു കഥയാണ്. എന്താണ്? കഥയാണ്. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് ചില കീ പോയിന്റുകൾ നമ്മൾ ഓരോ പാഠം പഠിക്കുമ്പോഴും ഓർത്ത് വെക്കണം എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ അത്തരം കീ പോയിന്റുകളാണ് ഇനി ടീച്ചർ പറയുന്നത്. ഇത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മൾ മറന്നു പോകരുത്. 4 മാർക്ക് മുതൽ എന്ത് ചോദ്യം ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളുടെ ഒക്കെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു കഥയാണ്. എന്താണ്? കഥ. ഓക്കെ, ചിത്രകാരി എന്ന് പറയുന്നത് എന്താണ്? ഒരു കഥയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ആരാണ് ഇത് എഴുതിയത് എന്നുള്ള ചോദ്യമാണ്. പുതിയ കാലത്തെ എഴുത്തുകാരിയായ ഷാഹിന ഇ.കെ. എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്, സാഹിത്യകാരിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. 1978 ജൂൺ 29 മലപ്പുറം ജില്ലയിലാണ് എഴുത്തുകാരി ജനിച്ചിട്ടുള്ളത്. 2015 ഇടശ്ശേരി പുരസ്കാരം അല്ലെ ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കൂടെയാണ് ഷാഹിന ഇ.കെ. എന്ന് പറയുന്ന എഴുത്തുകാരി. ഒരുപാട് കൃതികൾ, ഫാൻറ്റം ബാത്ത്, അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ, പുതുമഴ ചൂരുള്ള ചുംബനങ്ങൾ, പ്രണയത്തിന്റെ തീക്കാടിനും അപ്പുറം അല്ലെ, നീല തീവണ്ടി, ഇങ്ങനെ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള അല്ലെ, കുറിപ്പുകളുണ്ട്, കഥാസമാഹാരങ്ങളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവലുകൾ എഴുതിയിട്ടുണ്ട്, വിവർത്തന കൃതികൾ, കവിതകൾ, ഇതൊക്കെ എഴുതിയിട്ടുള്ള ഒരു സാഹിത്യകാരിയാണ് ആര്? ഷാഹിന ഇ.കെ. എന്ന് പറയുന്ന എഴുത്തുകാരി. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള എഴുത്തുകാരി കൂടെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഓർക്കേണ്ട കീ പോയിന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് എന്താണ്? ഇതൊരു കഥയാണ്. ചിത്രകാരി എന്ന് പറയുന്നത് ഒരു കഥയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത് എഴുതിയ ഓതർ അല്ലെ, ആരാണ് എഴുതിയത്? എഴുത്തുകാരി ആരാണ്? ഷാഹിന ഇ.കെ. ആണ്. ഷാഹിന ഇ.കെ. എഴുതിയ ചിത്രകാരി എന്ന് പറയുന്ന കഥ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന കൃതിയിൽ നിന്നുമാണ്. എന്ന കഥാസമാഹാരത്തിലുള്ള ഒരു കഥയാണ്. ഏത് കഥ? നമ്മളുടെ ചിത്രകാരി എന്ന് പറയുന്ന കഥ. ഇതാണ് അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന കഥ, കഥാസമാഹാരം. ഈ കഥാസമാഹാരത്തിലുള്ള ഒരു കുഞ്ഞു കഥയാണ് ചിത്രകാരി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം ഈ പാഠം അല്ലെ പഠിക്കുന്ന. അല്ലെങ്കിൽ എന്ത് ചോദ്യം 4 മാർക്ക് മുതലുള്ള 6 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട, നമ്മളുടെ ഉത്തരത്തിൽ ഉണ്ടാവേണ്ട പോയിന്റുകളാണ്. ചിത്രകാരി എന്ന് പറയുന്ന കഥ എഴുതിയത് ഷാഹിന ഇ.കെ. അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിരിക്കുന്ന കഥ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അപ്പൊ ഒരു കഥയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ചിത്രകാരിയായിട്ടുള്ള ഫിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫിസ എന്താണ്? ചിത്രം വരയ്ക്കുന്ന അല്ലെ. അപ്പൊ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവാണോടാ അല്ലെ. നമ്മളൊക്കെ ശ്രമിച്ചു നോക്കാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ശ്രമിച്ചു നോക്കാറുണ്ട്. പക്ഷെ കാക്കേനെ വരയ്ക്കുമ്പോൾ കാക്കയാണെന്ന് എഴുതി വെച്ചാൽ അത് കാക്കയാണെന്ന് മനസ്സിലാവുള്ളൂ അല്ലെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്കുന്ന ആളുകള്, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ചിത്രം വരയ്ക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പണ്ടേ ഭയങ്കര കുശുമ്പാണ്. കാരണം അത് ഭയങ്കരമായിട്ട് നമുക്ക് എവിടെയും പോയിട്ട് വാങ്ങാൻ കിട്ടുന്നതല്ലേ. നമ്മളല്ലേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും കിട്ടാത്ത ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ അല്ലെ, സർഗാത്മകമായിട്ടുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത് ഈ വരയും അല്ലെ പാട്ടും എന്നൊക്കെ പറയുന്നത് അല്ലെ. ഡാൻസ് ഒക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിച്ചൊക്കെ നമുക്ക് ഒപ്പിക്കാം. പക്ഷെ ചിത്രകല എന്ന് പറഞ്ഞാലും പാട്ടെന്ന് പറഞ്ഞാലും അത് വേറെ ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ജന്മസിദ്ധമായിട്ടുള്ള അല്ലെ, ആ സർഗാത്മകമായിട്ടുള്ള ആ കഴിവിനെ തടസ്സമാകുന്ന അല്ലെ ഫിസയുടെ ജീവിത സാഹചര്യത്തെ കുറിച്ചാണ് നമ്മളുടെ കഥയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് നമുക്കറിയാം അല്ലെ, ഒരുപാട് തരത്തിലുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. എന്താ പറയാ, സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ പീഡനം അല്ലെ, ഭർത്തൃ വീട്ടില് യുവതിക്ക് ദാരുണാന്ത്യം അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് പല തിരിച്ചും ഉണ്ടാവാറുണ്ട്. ടീച്ചർ പറയുന്നത് കഥയുടെ കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉത്ര വധക്കേസ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് അല്ലെ പാമ്പിനെ കൊണ്ട് കടിച്ചു കൊല്ലിച്ചൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കേട്ടു. വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ കേട്ടു. ഇങ്ങനെ പേരുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം എന്താണ് ദുരന്തങ്ങൾ അല്ലെങ്കിൽ നോവുകൾ അനുഭവിക്കുന്ന ഒരുപാട് പെൺജീവിതങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെ കുടുംബ ജീവിതത്തിന്റെ ഉള്ളില് അല്ലെ, വിവാഹ ജീവിതത്തിന്റെ ഉള്ളില് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പാർശ്വവൽക്കരണം, മാറ്റി നിർത്തലുകള്, അവഹേളനങ്ങള്, ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ കഥ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വിവാഹ ജീവിതം ഒരു
സ്ത്രീയുടെ അല്ലെ സർഗാത്മകതയെയും അല്ലെ അവളുടെ സ്വത്വബോധത്തെയും സംഘർഷഭരിതത്തിലാക്കുന്ന സാമൂഹിക അവസ്ഥകളെയുമാണ് എന്ത് ചെയ്യുന്നത്, കഥ വിശകലനം ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ കഥയില് 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഉള്ളത്. അത് ആരൊക്കെയാണ്, മറ്റ് കഥാപാത്രം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കഥാപാത്രം ഫിസ എന്ന കഥാപാത്രമാണ്. അതാണ് നമ്മളുടെ കഥയിലെ നായിക. ഫിസ എന്ന് പറയുന്നതാണ് നായിക. ഫിസയുടെ ഭർത്താവാണ് ഹാഫിസ്. ചിത്രകാരിയാണ് കേട്ടോ ഫിസയാണ് നമ്മളുടെ ചിത്രകാരി. അതാണ് കഥാനായിക. ഫിസയുടെ ഭർത്താവാണ് ഹാഫിസ് എന്ന് പറയുന്ന ആള്. പിന്നെ ഹാഫിസിന്റെ ഉമ്മ ഒരു കഥാപാത്രമാണ്, ഹാഫിസിന്റെ ഉപ്പ ഒരു കഥാപാത്രമാണ്, ഹാഫിസിന്റെ സുഹൃത്ത് ഒരു കഥാപാത്രമാണ്. ഇങ്ങനെ ഇത്രയും കഥാപാത്രങ്ങളാണ് നമ്മളുടെ കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കഥയായതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, കഥാപാത്ര നിരൂപണമാണ് അല്ലെ. അപ്പൊ ഫിസ ഒരു കഥാപാത്ര നിരൂപണത്തിന്റെ ചോദ്യമാണ്, ഹാഫിസ് ഒരു ചോദ്യമാണ്, ഫിസയുടെ ഉമ്മയും ചോദ്യമാണ്. 6 മാർക്കിന്റെ ചോദ്യത്തിന് ഉള്ള സാധ്യതാ ചോദ്യങ്ങളാണ്. മേ ബി ആരെ കൂടെ ചോദിക്കാം, ഉപ്പയെയും സുഹൃത്തിനെയും കൂടെ നമ്മളോട് ചോദിക്കാം. അപ്പൊ കഥ വായിക്കുന്ന സമയത്ത് ഓരോ കഥാപാത്രങ്ങളിലൂടെയും വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആ കഥയിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പൊ ടീച്ചർ എന്താണ് ഈ കഥയിൽ പറയുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ സ്ത്രീകളുടെ ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന്റെ ഉള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇത്തരത്തിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദ കേസിനെ കുറിച്ചും വിസ്മയെ കുറിച്ചും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാലത്തും എന്താണ്, നമ്മളുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, നമ്മൾ ഇത്തരത്തിലുള്ള കലകളിലൂടെ, കലാരൂപങ്ങളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിലൂടെ എന്താണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ ഈ ഒരു കഥയിലും അല്ലെ വരയ്ക്കാനൊക്കെ ചെറുപ്പത്തിലെ അല്ലെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു ആര്, നമ്മളുടെ ചിത്രകാരിയായിട്ടുള്ള നമ്മളുടെ ഫിസ അല്ലെ. അപ്പൊ വരയ്ക്കാൻ ഇഷ്ടമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഒരാൾക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അയാളുടെ ഉള്ളിൽ ആ ഒരു കഴിവ് വേണം. അപ്പൊ ഫിസയുടെ സർഗാത്മകതയ്ക്ക് തടസ്സമാണ് വിവാഹശേഷം. വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഫിസ പറയുന്നുണ്ട് ഫിസയ്ക്ക് ഈ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ് അല്ലെ. ഫിസയുടെ ഉപ്പയാണ് പറയുന്നത് വിവാഹശേഷവും അല്ലെ അവള് വരയ്ക്കാൻ അവൾക്ക് താല്പര്യമുണ്ട്. അപ്പോ ഹാഫിസിന്റെ ഉപ്പ പറയും, അപ്പൊ ഓള് വരച്ചോട്ടെ, ഓള് വരയ്ക്കുന്നതിന് നമുക്കെന്താ, നമ്മൾ അതുകൊണ്ടാണ് ഓള് വരയ്ക്കുന്നത് എന്നൊക്കെ വളരെ പുച്ഛത്തോടു കൂടെ അല്ലെ വളരെ അലക്ഷ്യമായിട്ട് അയാൾ സംസാരിക്കുകയാണ്. കാരണം വിവാഹശേഷം ഒരു പെൺകുട്ടി എന്തായി തീരണം അല്ലെ, ജീവിതത്തിൽ എന്താവണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, പുരുഷന്മാരാണ്, അല്ലെങ്കിൽ ഭർത്ത വീട്ടുകാരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ സെന്റൻസിൽ തന്നെ എന്ത് ചെയ്യുന്നു, മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീയുടെ കലാകാരിയായിട്ടുള്ള ഒരു സാധാരണ സ്ത്രീയും അല്ല കേട്ടോ, അവള് കലാകാരി കൂടിയാണ്. സാധാരണക്കാരായ സ്ത്രീകൾ വരെ എന്താണ് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ കലാകാരിയായിട്ടുള്ള ഫിസയ്ക്ക് എന്ത് ചെയ്യുന്നു, അതിനെയൊന്നും മറികടക്കാൻ പറ്റുന്നില്ല. അപ്പൊ കലാകാരി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, കലാകാരന്മാരാണ് എപ്പോഴും സമൂഹത്തിൽ എന്ത് ചെയ്യുന്നത്, മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെ, അവരുടെ കൃതികളിലൂടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ കലയിലൂടെ എന്ത് ചെയ്യുന്നു, മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് എപ്പോഴും കലാകാരന്മാർ അല്ലെ. എന്നിട്ട് ഇങ്ങനെ ഒരു കലാകാരിക്ക് പോലും എന്ത് ചെയ്യാണ്, അത്തരം ദുരനുഭവത്തിലൂടെ കടന്നു പോവേണ്ടി വരികയാണ് കേട്ടോ. അപ്പൊ ഈ ആന്തരിക ജീവിതവും ഭൗതിക ജീവിതത്തിലും തമ്മിലുള്ള സംഘർഷഭരിതം, അതായത് ഫിസയുടെ ആന്തരിക ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള ആ ഒരു സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയെ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഥയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രം വരയ്ക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും സാധിക്കുന്നില്ല അല്ലെ. വീട്ടിലുള്ള എല്ലാ ജോലി ചെയ്തിട്ടാണെങ്കിലും അല്ലെ, എല്ലാ ജോലിയും ചെയ്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്താണ് ഫിസ ചിത്രം വരയ്ക്കുന്നത് ഫിസയുടെ ഭർത്താവിനോ ഭർത്താവിന്റെ ഉമ്മയ്ക്കോ ഒന്നും എന്തല്ല ഇഷ്ടമല്ല അല്ലെ. അപ്പൊ അവളുടെ വ്യക്തിത്വമോ സർഗാത്മകതയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളാത്തൊരു കുടുംബത്തിലേക്കാണ് ഫിസ എത്തപ്പെടുന്നത്. അടുക്കളയാണ് സ്ത്രീകളുടെ ലോകം അല്ലെ. അടുക്കള മാത്രമാണ്. ഇപ്പൊ അടുക്കള ജോലി ചെയ്യുന്ന മോശമൊന്നും അല്ല അല്ലെ. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയണം. അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി അറിയണം അല്ലെ. അപ്പൊ പക്ഷെ എന്താണ്, അത് മാത്രം അല്ല, അത് ഇന്ന ആളുകൾ മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നിടത്താണ് നമ്മൾ പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളും ക്ലാസ് കാണുന്നുണ്ടാവും, പെൺകുട്ടികളും ക്ലാസ് കാണുന്നുണ്ടാവും അല്ലെ. നമ്മൾ ഒരുപോലെ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലെ. ഇപ്പൊ ആൺകുട്ടികൾ എന്ത് മനസ്സിലാക്കണം, ഇത് പെൺകുട്ടികൾ മാത്രം അല്ലെങ്കിൽ അമ്മമാര് മാത്രം ചെയ്യേണ്ട കാര്യമല്ല, ഇത് നമ്മളും അല്ലെ. നമുക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം, ആ പാത്രം കഴുകേണ്ടത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണ് അല്ലെ. ആ പാത്രം എന്താണ് നിലത്ത് അല്ലെ ചോറൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾ മാത്രം ക്ലീൻ ചെയ്യേണ്ടതല്ല, അത് ആൺകുട്ടികളുടെ കൂടെ ജോലിയാണ് അല്ലെ. ഭക്ഷണം പാകം ചെയ്യേണ്ടത് അച്ഛനെയും അമ്മയും ചേർന്നിട്ടായിരിക്കണം, അത് അമ്മയുടെ മാത്രം ലോകമല്ല എന്നൊക്കെ തിരിച്ചറിയുന്ന
വളരുന്നിടത്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ വളർന്നു വരുന്ന നല്ലൊരു കാലത്ത് എന്താണ് അല്ലെ, തിരിച്ചറിവുള്ള ബോധമുള്ള നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന പുതിയ കാലത്ത് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈക്വലി എന്താണ് അത് മനസ്സിലാക്കി ആ സമത്വത്തിൽ വിശ്വസിച്ച് അല്ലെ ആ സുന്ദരമായിട്ടുള്ള ജീവിതം നിങ്ങൾ നയിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞു പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, പുരുഷ കേന്ദ്രിതമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയും അത്തരത്തിലുള്ള സാമൂഹ്യ അവസ്ഥകളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ് അല്ലെ. അപ്പൊ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ എന്താണ്, അടുക്കളയാണ് സ്ത്രീയുടെ ലോകം അല്ലെ, അവിടെയാണ് അവൾ ജീവിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യർക്കിടയിലാണ് അല്ലെ ഫിസ ഒറ്റപ്പെട്ടു പോകുന്നത്. അപ്പൊ നിസ്സഹായായി തീരുകയാണ് ഫിസ. അപ്പൊ വിവാഹത്തിന് മുമ്പ് ചിത്രരചനയിലുള്ള താല്പര്യമൊക്കെ ഫിസ അറിയിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വീട് നിറച്ചും ചിത്രങ്ങളാണ് അല്ലെ, ഓരോ മുക്കിലും മൂലയിലും ഒക്കെ അല്ലെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഹാഫിസ് കാണുകയാണ് ഫിസയുടെ വീട് നിറയെ ഫിസ വരച്ചു വെച്ച ചിത്രങ്ങൾ അല്ലെ. പക്ഷെ എന്താണ്, പിന്നീട് ഒരിക്കലും അവൾക്ക് വിവാഹ ജീവിതത്തിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവൾക്ക് തൻ്റെ അല്ലെ ആ ഒരു കലാപരമായിട്ടുള്ള മേഖലയിലേക്ക് അവൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നേ ഇല്ല അല്ലെ. അങ്ങനെ എല്ലാ അവസ്ഥകളുമായി പൊരുത്തപ്പെട്ട് ആരോടും പരാതിയില്ലാതെ മുന്നോട്ട് പോയൊരു കഥാപാത്രമായിരുന്നു ഫിസയുടേത്. അപ്പൊ ഫിസ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ അല്ലെ, ഒരുപാട് വേദനകൾ അനുഭവിക്കുകയാണ് അവള്. അപ്പൊ ചിത്രരചനയിലാണ് അവൾ എന്ത് ചെയ്തത്, സംതൃപ്തി അല്ലെ, അവള് ഭയങ്കര സന്തോഷം കണ്ടെത്തിയിരുന്ന എന്തിലാണ്, അവള് ചിത്രം വരയ്ക്കുമ്പോഴാണ് അല്ലെ. അപ്പോൾ അങ്ങനെ ചിത്രം വരയ്ക്കാനാവാതെ വരുന്ന സാഹചര്യത്തെ അല്ലെ, അങ്ങനെ അത്തരം മനോഹരമായി ചിത്രം വരച്ചിരുന്ന അതുല്യായിട്ടുള്ള എല്ലാവരും പുകഴ്ത്തിയിരുന്ന അല്ലെ അവളുടെ ചിത്രങ്ങളെ ആരാധനയോടെ മറ്റുള്ളവർ കണ്ടിരുന്നു അവള് പഠിക്കുന്ന കാലത്ത്. അപ്പൊ അങ്ങനെ ഒരു കലാകാരിക്ക് എന്താണ്, ഒരിക്കലും ചിത്രം വരയ്ക്കാനാവാതെ വരുന്ന ഒരു സാഹചര്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു കഥ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഫിസയുടെ മാനസിക സംഘർഷങ്ങളെ വല്ലപ്പോഴും എന്ത് ചെയ്യുന്നു, വല്ലപ്പോഴും വീണ് കിട്ടുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യാണ്, ഒന്നോ രണ്ടോ ചിത്രങ്ങളൊക്കെ വരച്ചല്ലേ, ഒരു വൃക്ഷം, ഹൃദയം അല്ലെ, ചില്ല മുറിച്ചു മാറ്റുന്ന കൊമ്പുകളിലേക്ക് എത്തുന്ന പൂമ്പാറ്റകള്, മുറിവുകള്, ഇങ്ങനെ ഫിസ വരയ്ക്കുന്ന ചിത്രങ്ങളും എങ്ങനെ തന്നെയാണ് ആ ഫിസയുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവളുടെ മനസ്സിന്റെ നോവുകളെ തന്നെയാണ് അവള് ആ പെയിന്റിങ് അല്ലെ എന്താ പറയാ ക്യാൻവാസിലേക്ക് അവൾ വരച്ചു വെക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ അവളുടെ ദുഃഖത്തെയും സംഘർഷത്തെയും ആത്മവേദനകളെയും എന്ത് ചെയ്യാണ് അവളുടെ ചിത്രങ്ങൾ അല്ലെ സൂചിപ്പിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഫിസ ഉപയോഗിക്കുന്ന ചായങ്ങളിലും എന്താണ്, നിരാശയുടെ മങ്ങലുകൾ നമുക്ക് കാണാമെന്നാണ് പറയുന്നത് അല്ലെ. പച്ചയെ സ്വപ്നം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഫിസയ്ക്ക് ജീവിത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, വർണ്ണങ്ങളുടെ ചേർച്ച നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇങ്ങനെ ഫിസയെ പോലെ വിവാഹത്തോടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്ന സ്ത്രീകളെ എന്താണ് നമ്മളുടെ സമൂഹത്തില്, ചിലപ്പോൾ നമ്മളുടെ വീടിന്റെ അടുത്ത്, ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളില് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പഠിച്ചിട്ടും അല്ലെ ജോലിക്ക് പോവാതിരിക്കുന്നത്, എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അല്ലെ തൻ്റെ ഇടങ്ങളെ മാറ്റി വെക്കുന്നത് എപ്പോഴും ആരാണ്, സ്ത്രീകളാണ് അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിലും അത്തരം ആളുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഫിസ എന്ന് പറയുന്നത് എന്താണ്, അത്തരം സ്ത്രീകളുടെ ഒരു പ്രതീകമാണ്. അപ്പൊ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക, വീട്ടില് അമ്മയും ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ മക്കളെല്ലാരും പോയിട്ടല്ലേ, അപ്പൊ നമുക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, അവരൊരുപാട് പഠിച്ചിട്ടും അല്ലെ ചിലപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത്. ഇനി ജോലിക്ക് പോകാൻ പറ്റാത്ത പാരൻസ് ആണെങ്കിലും അമ്മമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും എന്താണ് പോകുന്നവരാണെങ്കിലും അവര് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് പോകുന്നത് അല്ലെ. നമുക്ക് നമ്മളുടെ ഒരു കാര്യത്തിനും എന്ത് ചെയ്യാറില്ല, മുടക്കം വരുത്താതെ അല്ലെ എല്ലാം അല്ലെ വീടിനെയും കൂടെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന അമ്മമാരെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലെ. അപ്പോൾ എല്ലാവരും എന്താണ് സമത്വത്തിലാവുന്ന അല്ലെ, സർഗാത്മകതയിലും എഴുത്തിലും ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു നല്ല കാലമൊക്കെ നമ്മളുടെ ഭാവിയിൽ വരുമായിരിക്കാം അല്ലെ, നിങ്ങളൊക്കെ വളർന്നു വരുന്ന കാലത്ത്. അപ്പോൾ പുതിയ കാലത്താണെങ്കിലും പഴയ കാലത്താണെങ്കിലും നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ നോവലിൽ എന്ത് ചെയ്യുന്നത്, കഥയില് അല്ലെ ചിത്രകാരി എന്ന് പറയുന്ന കഥയില് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹാഫിസിന്റെ ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രം കഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഫിസയോട് ഉമ്മ പറയുന്ന കാര്യങ്ങൾ അല്ലെ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഉമ്മ അല്ലെ. അടുപ്പത്തെ പണി എന്താണ്, കട്ടല് പോലെയാണ് ഫിസ അല്ലെ, അതങ്ങനെ തീരൂല, ഈ ചിത്രം വരയ്ക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല എന്ന് ഉമ്മ പറയുകയാണ്. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾക്കെതിരായിട്ട് മാറുന്നത് അല്ലെ. കാരണം ഉമ്മയോട് എല്ലാവരും പറഞ്ഞിട്ടുള്ള എന്താണ്, ഇങ്ങനെയാണ് അല്ലെ, സ്ത്രീകളായാലും ചോറും കറിയും വെക്കണം അല്ലെ, കുഞ്ഞുങ്ങളെ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിന്റെ ഇതാണ് ഉമ്മ ശീലിച്ചിട്ടുള്ളത്. അതെന്നെ ഉമ്മ എന്ത് ചെയ്യാണ്, ഉമ്മയ്ക്ക് ശേഷം വന്ന ആളുകളെയും ഉമ്മ പഠിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ആരെയും നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല, കാരണം നമ്മളുടെ സമൂഹം ആ രീതിയിലാണ് എന്ത് ചെയ്തത്, സ്ത്രീകളുടെ ജീവിതത്തെ എപ്പോഴും പാകപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ചിത്രം വരയ്ക്കുന്ന പോലെ എളുപ്പമല്ല എന്നാണ് ഉമ്മ പറയുന്നത്. ചിത്രം വരയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? അപ്പൊ അത് ചിന്തിക്കാനുള്ള ഒരു വിശാലമായിട്ടുള്ള മനസ്സൊന്നും
അന്നുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ചിത്രരചന പോലെ സർഗാത്മകമായവയൊക്കെ എന്താണ് പുരുഷന്മാർക്ക് മാത്രം പടിഞ്ഞ പണിയാണ്. അപ്പൊ ചിത്രം വരയ്ക്കുക, കഥ എഴുതുക, കവിത എഴുതുക, ഇങ്ങനെ കലാപരമായിട്ടുള്ള കാര്യമൊക്കെ ആർക്ക് മാത്രമുള്ളതാണ്? പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയണമോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ അല്ലെ പലപ്പോഴും ഇങ്ങനെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച്, എഴുത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, കലയെക്കുറിച്ചൊക്കെ എന്താണ് വളരെ മനോഹരമായിട്ട് കഥകളിലും നോവലുകളൊക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. KR മീരയുടെ ഒരു കഥയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥ. അതിലും ഇതുപോലെ തൻ്റെ അല്ലെ ഒരിക്കൽ പോലും എഴുതാൻ കഴിയാതെ പോകുന്ന അല്ലെ തൻ്റെ സർഗാത്മകത ഒരിക്കലും പുറത്തെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു സ്ത്രീയുടെ, ഒരു വൃദ്ധയായിട്ടുള്ള അമ്മയുടെ കഥയെക്കുറിച്ച് അല്ലെ ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇങ്ങനെ കുട്ടികളെയും വീട്ടിലുള്ളവരുടെയും കാര്യങ്ങളെല്ലാം നോക്കുകയാണ് സ്ത്രീകളുടെ പണി. അല്ലാതെ എന്തല്ല എല്ലാവരും അങ്ങ് വരയ്ക്കാനിരുന്നാൽ പിന്നെ വീട്ടിലത്തെ കാര്യം ആരും നോക്കുക, എല്ലാവരും പട്ടിണി കിടക്കണ്ടേന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഉമ്മയുടെ ചോദ്യങ്ങൾ അല്ലെ. അപ്പൊ എഴുത്തും വായനയും ചിത്രരചനയും ഇങ്ങനെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളൊക്കെ ആർക്കുള്ളതാണ്? പുരുഷന് മാത്രമുള്ളതാണ് എന്ന് അല്ലെ, പുരുഷന് മാത്രം സാധ്യമായിട്ടുള്ളതാണ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ എന്ത് ചെയ്യുന്നു എഴുത്തുകാരി കഥയിലൂടെ വിമർശിക്കുക കൂടെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ ഫിസയുടെ ഭർത്താവായിട്ടുള്ള ഹാഫിസും എങ്ങനെയാണ്, ഒരിക്കൽ പോലും അവളെ സഹായിക്കുന്ന ഒരാളല്ല അല്ലെ, ഒരു പുരുഷ എന്താ പറയാ ആധിപത്യമുള്ള അല്ലെ, എന്താണ് ഫിസ വരയ്ക്കുന്ന സമയത്തൊക്കെ എന്താണ് താൻ ചെറുതായി പോവോ, അവളെ ആളുകൾ അംഗീകരിക്കുന്ന സമയത്തൊക്കെ എന്താണ് കൊച്ചായി പോവോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഈഗോ അല്ലെ, സ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആര്? നമ്മുടെ ഫിസയുടെ ഭർത്താവായിട്ടുള്ള ഹാഫിസ് എന്ന് പറയുന്ന കഥാപാത്രം. അറിയപ്പെടുന്ന കലാകാരിയെ ആവേണ്ടവളാണ് ഫിസ എന്ന തിരിച്ചറിവ് അയാളെ പലപ്പോഴും പൊള്ളിക്കുന്നുണ്ട്. അയാളെ വേദനിപ്പിക്കുക ചെയ്യുന്നത്, അയാൾ ഞെട്ടലുണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ദൈവം തൊട്ട വിരലുകളാണ് അവളുടെ കൈവിരലുകൾ എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അപകർഷ ബോധം എന്ത് ചെയ്യാണ് നമ്മള് കഥയിൽ വെളിപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ മനോഹരമായിട്ടുള്ള ഭാഷയിൽ അല്ലെ ആര് വായിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഷാഹിനായിക്ക് ഈ കഥയിലൂടെ അല്ലെ, ചിത്രകാരി എന്ന് പറയുന്ന കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ വായിക്കണം കേട്ടോ. അപ്പൊ ആ കഥയെ വായിക്കണം. അപ്പോ അല്ലെ ആ ഒരു കഥയുടെ അല്ലെ ആശയ തലങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പൊ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വരിക അല്ലെ, എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതൊക്കെ ടീച്ചർ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി എന്താണ് നിങ്ങൾക്ക് ചാപ്റ്റർ വേണ്ടത് എന്ന് കമന്റ് ചെയ്യണം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, അടിപൊളിയായിച്ചിരിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.